ഹായ് ഹലോ അതെ നമുക്കിതൊരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ ഹോൾ ഗരം മസാല എല്ലാം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം മസാല പൊടിച്ചിട്ടില്ല, പട്ടയും എല്ലാം ഹോൾ ഗരം മസാല തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതെല്ലാം സോട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ട. ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും പൊട്ടറ്റോ ആണ് കേട്ടോ നമ്മൾ സ്റ്റൂവിലിടേണ്ടത്. അതിട്ട് ഒന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്യൂബ് കട്ടായിട്ട് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കനും ഇട്ട് നന്നായിട്ട് ഇളക്കി രണ്ടാം പാൽ ഫുൾ കുറച്ച് ഒഴിച്ചിട്ടായിരുന്നു രണ്ടാം പാൽ ഫുൾ ഒഴിച്ച് വേവിക്കാം. പിന്നെ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ച് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്കിനും വലിയ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കണ്ട. അതിനുശേഷം നമുക്ക് നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ വറുത്ത് ഇടാം. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്